ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മദ്രസക്കൊക്കെ അവധി ഉണ്ട്, അതുപോലെ തന്നെ സ്കൂളൊക്കെ ലീവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒഴിവുള്ളൊരു ദിവസമാണ്. ഷിനുവിന് മദ്രസ ഉണ്ടായിരുന്നു, അവൾ മദ്രസ ഇട്ടിട്ട് വന്നിട്ട് ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അച്ചുവിന് അടുത്ത സാറ്റർഡേ പരിപാടിയാണ്, സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ അതിന് അവൾ ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസായിട്ട് സ്കൂളിൽ രാവിലെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് കേട്ടോ തിരിച്ചു വരുള്ളൂ. ഇന്നിതാ പിന്നെ ഷിനു മുറ്റൊക്കെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനീഫ്ക്ക എനിക്ക് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണേ. അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഇതാ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ഇതാ വേറെ പാത്രത്തിലേക്കൊക്കെ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയും കൂടെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് സാമ്പാർ ഉണ്ടാക്കണം, കുറച്ച് അവിയലും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം മക്കൾക്ക് ലീവുള്ളതെന്നാണ് അങ്ങനത്തെ ഫുഡുകളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ മക്കൾ രാത്രി മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. വൈകുന്നേരം ഒന്നുകിൽ സ്കൂളിട്ട് വന്നാൽ ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ രാത്രി കഴിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ പിന്നെ രാത്രി കഴിക്കും. വൈകുന്നേരം എന്തെങ്കിലും സ്നാക്കൊക്കെ ആണ് കഴിക്കുന്നതെങ്കിൽ രാത്രിയാണ് കേട്ടോ പിന്നെ ചോറൊക്കെ കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അധികം അങ്ങനെ കറിയും അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ അവർക്ക് ഒഴിവുള്ള ദിവസമാകുമ്പം പിന്നെ ഉച്ചക്കും അവർ കഴിക്കാണ്ടാവും, രാത്രി ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യലായിട്ട് ബിരിയാണിയോ മന്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പോൾ സാമ്പാർ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കറണ്ടിൻ്റെ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചോറിന്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ തൊലി കളഞ്ഞിട്ടൊന്ന് വിനാഗിരിയും വെള്ളവും കൂടെ വെച്ചിട്ട് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ക്ലീനിങ്ങിനായിട്ട് നിന്നിട്ടുണ്ട്. ആദ്യം ഇതാ നമുക്ക് ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് വിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഷിനു എല്ലാത്തിനും ഹെൽപ്പിനുണ്ട്. ചില ദിവസം അങ്ങനെ ഭയങ്കര താല്പര്യമാണ് നമുക്കതെല്ലാം ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ചില ദിവസം ചെറിയൊരു മടിയും കൂടെ ഉണ്ടാവുമേ. പക്ഷേ അതാ ക്ലീനാക്കാൻ നിന്നാൽ പിന്നെ നമുക്കെല്ലാം നമ്മൾ റെഡിയാക്കിയാൽ നോക്കുമ്പോൾ മതിയാവില്ല കേട്ടോ. അവൾക്ക് തന്നെ ഒറ്റയ്ക്ക് റെഡിയാക്കണം. പിന്നെ സ്റ്റഡി റൂമൊക്കെ ഇതിന് മുമ്പ് തന്നെ അവൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെഡൊക്കെ തട്ടി വിരിച്ചു. അതുപോലെ തന്നെ സോഫയിലെ പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ഇനിയിപ്പോൾ ഞാൻ അടിച്ചു വരാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അതിൽ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ അടിച്ചു വാരൽ കഴിഞ്ഞതിന് ശേഷം ഒരു കുക്കറിൽ പരിപ്പും പച്ചക്കറിയും കൂടെ സാമ്പാർ വെക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മറ്റൊരു കുക്കറിലേക്ക് അവിയലിനുള്ള പച്ചക്കറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിയുന്നതും നല്ലത് ചട്ടിയിൽ വെക്കുകയാണ് അവിയലിന്. പക്ഷേ ഞാൻ പിന്നെ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കറിൽ വിസിലടിക്കൂല, ജസ്റ്റ് ഒന്ന് വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ വിസിൽ ഒഴിവാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവായി കിട്ടും. പിന്നെ ഇവിടെ ഞാൻ സാമ്പാർ വെക്കുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഈ സാമ്പാറിൻ്റെ റെസിപ്പി തന്നെ കാണിച്ചിട്ടുണ്ട്. പരിപ്പും പച്ചക്കറിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കും, അപ്പോഴേ ഇവിടെ മക്കളൊക്കെ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കാൻ വലിയ മടിയാണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് ഉടച്ചെടുക്കും. അപ്പോൾ പിന്നെ അവർ അത് കൂട്ടി കഴിച്ചോളും. അപ്പോഴേക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം വേവില്ലാത്ത അരിയാണ്. അതാ ഇനിയിപ്പം ചോറിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കട്ടെ. പിന്നെ നമ്മുടെ രണ്ടടുപ്പത്തും കുക്കറിൽ അവിടെ പച്ചക്കറിയൊക്കെ വേവുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ചോറൊക്കെ വെള്ളം വാർത്തെടുത്തു. പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം സാമ്പാറൊന്ന് വറവിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടതാ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സാമ്പാർ പൊടിയും അതുപോലെ തന്നെ നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് പച്ചക്കറി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ. ഇനിയിപ്പോൾ കറിയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കും കൂടെ ചെയ്യുക. അപ്പോൾ കറിക്ക് നല്ല തിക്കും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. തേങ്ങ വറുത്തരയ്ക്കാതെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ വയ്ക്കുക. തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ പിന്നെ പച്ചക്കറിയൊന്നും അധികം വേവിക്കില്ല. അങ്ങനെ നമ്മുടെ സാമ്പാർ കുറച്ച് സമയം അടുപ്പത്ത് നിന്നിട്ട് തിളയ്ക്കട്ടെ, അപ്പോഴാണ് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അവിയലും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അവിയലിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയും നല്ല ജീരകവും പച്ചമുളകും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പച്ചക്കറി ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ.
പിന്നെ എൻ്റെ കയ്യിൽ തൈര് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ചേർത്തതിന് ശേഷം സാവധാനം മിക്സാക്കി എടുക്കുക കേട്ടോ. പച്ചക്കറിയൊന്നും അധികം വെന്തുടഞ്ഞിട്ടൊന്നുമില്ല അവിയലത്തെ. അപ്പോൾ ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. തൈരില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ പുളി വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട്. അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു തൈര് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുളിവെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ്, ചിക്കനാണ് കേട്ടോ ഇന്നിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇന്ന് മീൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടോ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ചിക്കനിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചപ്പ്, കറിവേപ്പിലയും പച്ചമുളകും കൂടെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ പേസ്റ്റാക്കിയത്. എന്നിട്ട് അതിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മസാല ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഫ്രൈ ചെയ്യാൻ സമയം. പക്ഷേ ഞാനിന്ന് ചേർത്തിട്ടില്ല. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഓയിലിലേക്ക് തന്നെ കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടിട്ടത്. ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാനിട്ടിട്ട് ഞാൻ പിന്നെ തുടക്കലൊക്കെ ഒന്ന് തീർത്തു. പിന്നെ അതിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ മസാല ടിന്നിൽ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എല്ലാം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഞാനിതാ ഏലക്കായും അതുപോലെ തന്നെ നല്ല ജീരകവും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ലേ. ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചതായിരുന്നു കേട്ടോ. ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നിൽ കടുക്, ഞാനിത് മുമ്പേ അങ്ങനെ തന്നെ കേട്ടോ ഇതിൽ അതൊക്കെ തന്നെ ആയിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഒന്നിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ജീരകം ഇപ്പോൾ അതിലുണ്ട്. ഇനി വലിയ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഇതിൽ ഏലക്കായ ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, അതൊക്കെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഈ ഒരു ബോക്സ് എടുത്താൽ മതി. അത്യാവശ്യം എല്ലാ ഇതിലുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പട്ട, ഗ്രാമ്പൂ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പട്ടൊക്കെ തീർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നമുക്ക് നെസ്റ്റോയിൽ പോയി വാങ്ങിക്കണം. ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ചെയ്യേണ്ട കേട്ടോ നെസ്റ്റോയിൽ പോകുന്നത്. അപ്പോൾ മറ്റൊരു ബോക്സിലേക്ക് ഞാൻ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല ടിന്നൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ തീരുമ്പോൾ തന്നെ ഒഴിച്ചു വെച്ചാൽ രാവിലെ സ്കൂളിലെ ടൈമൊക്കെ നല്ല ധൃതി ആയിരിക്കൂലേ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ടിന്നുകളൊക്കെ ഒഴിവായി നിന്നാൽ. അപ്പോൾ തലേ ദിവസം രാത്രിയോ അല്ലെങ്കിൽ എപ്പോഴാണ് തീരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഞാൻ ഒക്കെ മസാല ടിന്നൊക്കെ നിറച്ച് വെക്കും കേട്ടോ. അങ്ങനെ മസാല ടിന്നൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ വർക്ക് ഏരിയയും കൂടെ തുടക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ വർക്ക് ഏരിയയും കൂടെ ഒന്ന് തുറച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ ക്ലീനാക്കി പോകുന്നാൽ പെട്ടെന്ന് തന്നെ പണികൾ തീരും കേട്ടോ. കാരണം മേലെ അടുക്കളയിൽ നിന്ന് ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അതുവരെയുള്ള തുടക്കൽ പെട്ടെന്ന് തീർത്ത് വയ്ക്കും. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ വർക്ക് ഏരിയയിൽ നിന്ന് ഫുഡൊക്കെ ആക്കിയതിന് ശേഷം മാത്രമേ കേട്ടോ പിന്നെ ഇവിടെ ക്ലീൻ ആക്കുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ ഒതുങ്ങും ചെയ്യും. അങ്ങനെ വർക്ക് ഏരിയ ഒക്കെ ഒന്ന് ക്ലീനാക്കി. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കുളി നിസ്കാരം കഴിഞ്ഞു. പിന്നെ അതുപോലെ ഷിനു ഒക്കെ കുളിച്ച് വന്നു. ഫിദുൻ ഇതൊക്കെ കുളിച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഫുഡ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ, അവിയൽ, പപ്പടം, ചിക്കൻ ഫ്രൈ ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഫിദുൻ ഇതൊക്കെ അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ ഫുഡ് എടുത്തപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.